ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സാധാരണ നടയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഞാനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്ക് ഉച്ച വരെ വീഡിയോസ് എടുക്കാൻ പറ്റിയുള്ളൂ എന്നല്ല, ഉച്ചയ്ക്ക് ശേഷം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. കാരണം ഞാൻ മരിച്ച വീട്ടിൽ പോയി അവിടുത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ലെങ്ത്തായി. അപ്പോൾ പിന്നെ അത്രയും ലെങ്ത്തിൽ കാണാനായിട്ട് ആർക്കും ക്ഷമയുണ്ടാവില്ല. പക്ഷേ കുറേ കുട്ടികൾ ചോദിച്ചു, ആൻറ്റി ബാക്കി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നിട്ടിട്ടൊന്ന് പറയാം കേട്ടോ. മനസ്സിനൊരു ചെറിയൊരു സന്തോഷം. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ വളരെ സങ്കടപ്പെട്ടിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കെതിരെ വളരെ മോശമായിട്ട് ഏഞ്ചൽ ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു കുട്ടി വേറൊരു ചാനലിൽ പോയിട്ട് കുറേ മോശം കമൻസ് ഇടുകയും അതിനോടനുബന്ധിച്ച് എനിക്ക് ഭയങ്കര സങ്കടമാവുകയും പിന്നെ പ്രഷർ കൂടുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഡിംപിൾ പല ആർട്ടിസ്റ്റുകളോടും സംസാരിച്ചിരുന്നു. കാരണം അവരെക്കുറിച്ചും ഇതുപോലെ മോശമായ രീതിയിൽ വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരിട്ടൊന്നും പോകണ്ട. സംഭവം നമുക്ക് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും നമ്മൾ വിചാരിച്ചു വേണ്ട, എന്തിനാണ് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സമയം കളയണേക്കാൾ നല്ലത് നമ്മൾ 3 വർഷം മുമ്പ് കോർട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് കുറേ. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ലീനായിട്ടുള്ള കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് അതിലേക്ക് അങ്ങോട്ട് അറ്റാച്ച് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം അത്ര മോശമായിട്ടാണ്. നിങ്ങൾ കുറേ പേരെങ്കിലും കുറച്ച് പേരല്ല, കുറേ അധികം പേര് കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചും അപ്പം നമ്മളത് ലീഗലിയാണ് മൂവ് ചെയ്തത്. അതും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. അപ്പോൾ നമുക്ക് ആ വിശേഷം ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ പണിയുണ്ട്, ഞാനത് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ തല മുഴുവൻ നരച്ചു. ശരിക്കും ഒരു മാസം ആവണം നരയ്ക്കുകയും പിന്നെ ഇതൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ ഡാഡിയെ കൊണ്ട് തന്നെ ഇടിയിക്കാം. പിന്നെ ഷാമ്പു വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്കിന്നിൻ്റെ കാര്യം നമ്മൾ പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഡിംപിളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ആൽപ്സോ അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പൗഡറും അതിൻ്റെ റോസ് വാട്ടർ ഒരു പാക്ക് എനിക്ക് വാങ്ങി തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പാർലറിൽ പോയിട്ട് ചെയ്യണ്ട, വെറുതെ കുറേ കാശ് അനാവശ്യമായിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഷാമ്പു വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇടാം, ഡാഡി ഇട്ട് തരും, എനിക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്, എന്നാലും ഇട്ട് തരാം ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നമ്മളുടെ കൈ അറിയാമല്ലോ നിങ്ങൾക്ക്, എനിക്ക് ഇതിൻ്റെ ഈ ലിവർ കംപ്ലൈൻറ്റ് ഉള്ള കാരണം ഈ കൈയിൻ്റെ ഒരു ഡാർക്ക്നെസ് ഫേസും അങ്ങനെ വരും. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ ഇങ്ങനെ വന്നിരുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡിംപിൾ എനിക്ക് ഒരു പാക്ക്, ഇവിടെ ഡിവൈനും ഡിംപിളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കൊരു പാക്കേജ് കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്, ഒരു പൗഡറൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ സാധാരണ ഉച്ചതിരിഞ്ഞാണ് ഇതൊക്കെ ചെയ്യുക, കണ്ടിട്ടുണ്ടല്ലോ ഡിംപിൾ ഇടുമ്പോൾ അപ്പം എനിക്ക് മൂത്തിട്ടായിരുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ഒതുക്കലും പെറുക്കലൊക്കെ ആകുമ്പോൾ അത് നമ്മുടെ മുഖത്തുണ്ടെന്ന് അറിയില്ല, കാര്യങ്ങൾ അതിൻ്റെ ഭംഗി പോലെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിട്ടിട്ട് വേണം ഇനി എനിക്ക് അടുത്ത ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച കാര്യത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. കുട്ടികൾ ഉപയോഗിച്ചിട്ട് വെച്ച ബാക്കിയാണ് കേട്ടോ. ഇവർ സ്ഥിരം കണ്ടിട്ടുണ്ടല്ലോ ഡിംപിളുടെ പണി ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഞാനും ഒന്ന് ഉപയോഗിച്ച് നോക്കാം. എന്നാൽ ഡിംപിളും ഡിവൈനൊക്കെ പുറത്തു പോയ കാരണം ഞാൻ അവരില്ലാത്ത നേരം നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഇതിൽ വെള്ളം മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ആൽപ്സിൻ്റെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡറും ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അത് തന്നെയാണ്, അതും ഉണ്ട്. അതിൻ്റെ റോസ് വാട്ടറും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളത്തിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബീട്രൂട്ട് ഓയിലും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ബീട്രൂട്ട് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എനിക്ക് പച്ചക്കറികൾ കഴിക്കുമ്പോഴും എന്നോട് ബീട്രൂട്ടാണ് കൂടുതൽ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൊത്തത്തിലൊരു ബീട്രൂട്ട് മയാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല സ്മെല്ല് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും നോക്കട്ടെ കേട്ടോ. കുട്ടികൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിന്നിന് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുടെയൊക്കെ ഫെയർ നല്ല വെളുത്ത സ്കിന്നാണ്, നമുക്ക് പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നോക്കാം, ബീട്രൂട്ടല്ലേ, ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഇട്ടിട്ടാണ് അടുത്ത പണിയിലേക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇടട്ടെ കേട്ടോ.
അതേ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ. ഞാൻ അവിടേക്ക് ഒന്ന് ഒതുക്കി വരുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കയ്യ കേട്ടോ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കൈ പെട്ടെന്ന് അല്ല, അത് നിങ്ങൾക്ക് കണ്ടറിയാം. കാരണം ഞാനിത് പെരട്ടണതിന് മുമ്പ് എൻ്റെ കൈ കണ്ടിരുന്നില്ലേ? കണ്ടോ? ഇവിടെ അല്ല കേട്ടോ, ഇവിടെ ഞാൻ സുന്ദരിയാണ്. ഇവിടത്താണ് പ്രശ്നം. വല്ലാണ്ടുള്ളാട്ടാൻ പോയി. നിങ്ങൾ എന്നെ പറയുക എങ്ങനെയുണ്ട് കേട്ടോ? വ്യത്യാസം ഉണ്ടോ? എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട്. ആണോ? ഉണ്ടോ? അപ്പോൾ ഞാൻ 2-3 ദിവസം അടുപ്പിച്ചിടും. എങ്ങനെയാണെന്ന് നോക്കട്ടെ. അത് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ഡയറക്ഷൻസ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ എന്നെ നോക്കിയില്ലെങ്കിലേ ശരിയാവില്ല. അപ്പം അങ്ങനെ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വായിച്ച് നോക്കിയപ്പോൾ ഇതിൽ ഡൈ ആയിട്ടും യൂസ് ചെയ്യാൻ തോന്നുന്നു. ബീറ്റ്റൂട്ട് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വൈറ്റൊക്കെ റെഡിഷ് കളറാവും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഞാനത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളോട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും വന്നു. നമ്മൾ സാധാരണ പറയാറില്ലേ 7:30 കഴിഞ്ഞ് നമ്മളുടെ എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള സംസാരവും കാര്യങ്ങളും പ്രാർത്ഥനയും ഡിന്നറിനുള്ള ഒരുക്കങ്ങളും എല്ലാതുമാണ്. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ ഞങ്ങൾ ചർച്ച ചെയ്യുക എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്ന് രാത്രി ടൊമാറ്റോ ഫ്രൈയും ചപ്പാത്തിയാണ് ഇന്നൊക്കെ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് രാത്രി ഡിന്നറിന്. ഡിവൈൻ്റെ വക ഒരു സാലഡ്, പിന്നെ നാളേക്ക് മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ അന്തോണിസ്പുണിയാളുടെ അവിടെ പോയി വന്നപ്പോൾ ഡിമ്പിൾ മീനും പിന്നെ എന്തൊക്കെയോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവരുടെ പണിപ്പുരയാണ് കേട്ടോ ഈ കാണുന്നത്. ആകെ വലിച്ചു വാരിയിട്ടിട്ട്. കാരണം ഇതെല്ലാം കഴിയുമ്പോൾ ഒരൊറ്റ ഒതുക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഒരു ചാനലിൽ, ഞാൻ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയില്ല. കാരണം വെറുതെ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കണില്ല, അവഗണിക്കാനും നിൽക്കണില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് വിളിക്കുകയോ പറയുകയൊന്നും ചെയ്യാണ്ട് ലീഗലി നീങ്ങുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഡിംപിൾ കുറേ ആർട്ടിസ്റ്റുകളെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ആ ചാനലിൽ സംസാരിക്കേണ്ടായിരുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല എങ്കിൽ പോലും. അപ്പോൾ ഞാൻ ആ പറയുന്ന ആളേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ഒരു കുട്ടി, ഈ പറഞ്ഞ ഏഞ്ചൽ ഓഫ് ഏഞ്ചൽസ് പറഞ്ഞ കുട്ടി, ഓരോരുത്തരെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരാളോട് നമ്മൾ പറയുമ്പോൾ നമുക്കറിയില്ലെങ്കിൽ പോലും നമ്മളവിടെ അറിയില്ല എന്ന് പറയുമ്പോൾ നാണക്കേടല്ലേ. അപ്പോൾ നമ്മളത് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ അതവിടെ നിൽക്കട്ടെ. ഞാൻ തൽക്കാലം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മുടെ സൂഫി മോതിരങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇന്ന് സെറ്റുകളായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കയ്യോടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കണതാണ്. അപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ തന്നെ വളകൾ, സ്പ്ലിറ്റ് ബാംഗിൾസ് വരുന്നുണ്ട്. ഇതൊക്കെ മറ്റേ അഡ്ജസ്റ്റബിൾ റിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ലാവൻഡർ വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ, പേസ്റ്റൽ കളർ പീച്ച്, അങ്ങനെ എല്ലാതും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂബിയുടെ നല്ല തരം മോതിരമാണ്. ഇതും ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ കമ്മൽ വരുന്നുണ്ട്, വള വരുന്നുണ്ട്. ഷേപ്പിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലും സ്റ്റോൺസിൻ്റെ കളറ് സെയിമാണ്. പിന്നെ ലോക്കറ്റ് സെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് നമ്മളുടെ കയ്യിൽ കേട്ടോ. ഈ ബ്ലൂ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ വിട്ട് എണ്ണം കൂടുതൽ ബ്ലൂവിൽ കണ്ടത്. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്ലൂ ഭയങ്കര ലക്കി കളറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫുൾ ബ്ലൂ ആണ് പോണത്. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ചോദിക്കുന്നവരൊക്കെ ബ്ലൂ ലോക്കറ്റ്, ബ്ലൂ വള, ബ്ലൂ കമ്മൽ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി വല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളറായിരിക്കാം ബ്ലൂ എന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ബ്ലൂ കുറേ കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വളകൾ 2-3 പാറ്റേൺ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ സൂഫിയുടെ കല്ലിനാണ് ഭയങ്കര ഡിമാൻഡ്. ഈ സ്ക്വയറിനെയാണ് ഈ സൂഫി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സൂഫിയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക്, റെഡ്, റൂബി, പിന്നെ ഗ്രീൻ, പിന്നെ എന്തൊട്ട് കളറാണ്, പിന്നെ ബ്ലാക്കും ഗ്രീനും റെഡും കൂടിയിട്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ദേ നമ്മളുടെ പതിവുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോമൂനെ എടുത്തപ്പോൾ പാച്ചു പിന്നാലെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കുമ്പോൾ അടുക്കളയിലും ഹാളിലൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നമ്മളുടെ വീട് ശരിക്കും പറഞ്ഞാൽ ഒരു 7-7:30 കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ബഹളം എന്ന് പറഞ്ഞാൽ കരച്ചിൽ വേണോ, വർത്താനം വേണോ, ടി വിയുടെ ശബ്ദം വേണോ, ഫോണിൻ്റെ ശബ്ദം വേണോ, ആകെ ഒരു തിക്കും തിരക്കും ബഹളം. അതില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് ഈ വീടിന് കേട്ടോ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ കാറ്റത്തെ കിളിക്കൂടുന്നാണ് ഞാൻ എൻ്റെ വീടിനെ നമ്മൾ പറയുക. അതായത് ആകെ ഒരു തിക്കും തിരക്കും ബഹളവും, അത് ഒരു രസമാണ് അത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൂഫിയുടെ തന്നെ സാധാരണ ബാംഗിൾസാണ്, സ്പ്ലിറ്റൊന്നുമല്ല. അപ്പോൾ ഇത് എങ്ങനെയാ വെച്ചാൽ അളവനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീനും റെഡും കൂടിയത്, മറ്റേത് ഗ്രീൻ മാത്രം പിന്നെ റെഡ് മാത്രം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനിതിങ്ങനെ ഒതുക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പേർക്ക് ഡ്രീം കളക്ഷൻസിനേക്കാൾ കൂടുതൽ ഇങ്ങനെ കാണാൻ ഇഷ്ടം, അത് വേറൊരു ചാനലിൽ അങ്ങനെയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ആൻറ്റി ഇത് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, 2 തരം ബ്ലൂ ഉണ്ട്. ഒന്ന് ഒരു എന്താ പറയുക നല്ലൊരു കളറ് ബ്ലൂ, ഒന്നൊരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ, അങ്ങനെ ബ്ലൂവിൽ തന്നെ 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. സൂഫിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതും ബ്ലൂവിലാണ് ഇതിൻ്റെ തന്നെ സ്റ്റഡ് ഉണ്ട്. പിന്നെ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും വന്നപ്പോൾ ഇവിടെ ഏകദേശമായി. അപ്പം ഞാൻ പറയാറുണ്ടല്ലോ ചപ്പാത്തി ഞാനാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓർഡറാണ്, ഡാൽഡയോ നെയ്യോ ഒന്നും ചേർക്കാണ്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ. ഞാൻ കളിയാക്കിയിട്ട് പറയും ഉണക്ക ചപ്പാത്തി എന്ന് പറയും. അപ്പോൾ പക്ഷേ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ എൻ്റെ ആരോഗ്യത്തിന് ഞാൻ മാത്രം സാക്രിഫൈസ് ചെയ്താൽ പോരാ. അപ്പോൾ പറഞ്ഞു പറ്റില്ല, ആർക്കും ഇനി എണ്ണയും ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ടൊമാറ്റോ ഫ്രൈ റെഡിയായി. അത് കഴിഞ്ഞ് അപ്പുറത്ത് മീൻ തിളയ്ക്കുന്നു. അങ്ങനെ എന്താ പറയുക, ഇത് നാളെ രാവിലേക്കുള്ള മറ്റേ പൂരിക്കുള്ള മസാല. അപ്പോൾ ചപ്പാത്തി ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ 2 പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും 12 എണ്ണം മതിയാവും. അപ്പോൾ 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റും അടുത്തേന്ന് 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ബാക്കി 8 എണ്ണം ഉണ്ടാവും. ഇത് രാവിലെ ശരിക്ക് 4 മുറിച്ച് പൂരി ഉണ്ടാക്കിയാൽ അത് മതി ഞങ്ങൾക്ക്. അപ്പം ശരിക്ക് അത് 10 എണ്ണം കൂടി 10 എണ്ണം വേണ്ടി വരും. എങ്കിലും നാളേക്ക് എങ്ങനെ ഇന്നത്തെ പുട്ടിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പൂരിയും കൂടി ആയിക്കഴിഞ്ഞാൽ നാളത്തെ കാര്യം കുശാലായി. അപ്പോൾ നാളെ പുട്ടെടുക്കണവർക്ക് മീൻകറി ഫ്രീയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നാളത്തേക്കുള്ള മീൻകറി റെഡി ആയിട്ടില്ല. അപ്പോൾ നാളെ ശരിക്കും പൂരിയേക്കാളും ഡിമാൻഡ് പുട്ടിനായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ദിവസം. അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ ഡിന്നറ് ഭംഗിയായിട്ട് കഴിയുകയാണ്. ചപ്പാത്തിയും നമ്മളുടെ ടൊമാറ്റോ ഫ്രൈയും സാലഡും. അത് കഴിഞ്ഞ് അപ്പനും മക്കളും മുകളിലേക്ക് പോയി. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഡിവൈനും ഞങ്ങളും കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ആയിട്ടാ പോവുക. അപ്പോൾ അത് ഓരോ ദിവസത്തെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് മറ്റേ നാളേക്കുള്ളതൊക്കെ റെഡിയായി, എല്ലാതും ക്ലീൻ ചെയ്തു. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരുടെ വകയാണ്. ഇന്നലെ ഫുൾ ഡിവൈനാണ് രാത്രി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെങ്കിൽ ഇന്ന് ഡിംപിളാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ഒന്ന് നോക്കാനായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഡിവൈൻ യാത്ര പറഞ്ഞ് മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ നേരത്തെ കഥയുടെ ബാക്കി ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഈ ഓരോരുത്തരെ കൊണ്ട് ഓരോ കഥ പറയെന്ന് പറഞ്ഞിട്ട് അറിയില്ല എന്ന് പറയാനുള്ള മടി കൊണ്ട് ഇവർ ഓരോ കഥ ഉണ്ടാക്കി പറയും. അങ്ങനെ ഉണ്ടാക്കി പറയുമ്പോൾ ആർക്കൊക്കെ വേദനിക്കും എന്നുള്ളത് അറിയില്ല. അവർ പറയുന്നവർക്ക് മനസ്സിലാവില്ല. കേൾക്കുന്നവനാണെങ്കിൽ ഇത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റും. പിന്നെ അവർ അവിടെ നിന്ന് ചോദ്യങ്ങളായി ഉത്തരങ്ങളായി ആ ചാനലിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഉള്ള അഭിപ്രായങ്ങളായി അങ്ങനെ വന്ന് നമ്മൾ എന്തോരം വേദനിക്കും എന്നുള്ളത് അവരറിയണില്ല. അങ്ങനെ വേദനിച്ചപ്പോൾ നമ്മളും ലീഗലി പതുക്കെ പോയി ലക്ഷ്മി നക്ഷത്രം ശരിക്കും നേരിട്ട് ആളെ കണ്ട് എന്താ പറയുക, അതൊക്കെ ആ ചാനലിൽ വിശദമായിട്ടിപ്പോൾ മെയിനായിട്ട് പോകുന്ന സംഭവങ്ങൾ അതാണ്. ഫസ്റ്റ് അറ്റാക്ക് ചെയ്തത് ഞങ്ങളെയാണ്, പക്ഷെ നമ്മൾ നേരിട്ട് പോയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ലക്ഷ്മിക്ക് ഒരു വലിയൊരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. കാരണം ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് വന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുള്ളൂ. ഇത് വെറുതെ ഓരോ കഥകൾ പറഞ്ഞ് അതിങ്ങനെ പെരുപ്പിച്ച് ഓരോരുത്തരുടെയും മനസ്സിന് വിഷമം വരുത്തുക എന്നല്ലാണ്ട് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നവർ ഓരോരുത്തരും നമ്മൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാണ്ട് അറിയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരേക്ക് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളറിയാലോ, എനിക്ക് ഗുഡ് നൈറ്റ് ആയി, മണി 11:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ പോയി കിടന്നുറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബായ്.